എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ ധ്യാനത്തിന് എങ്ങനെ തയ്യാർ ചെയ്യണം, നമ്മളെ എങ്ങനെ തയ്യാർ ചെയ്യണം, നമ്മളുടെ സ്ഥലം എങ്ങനെ വെച്ചേക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് കാര്യം, നമ്മുടെ വീട്ടിൽ കാമായിട്ടുള്ള ഒരു സ്ഥലം സെലക്ട് ചെയ്യണം. ഇതിൽ 30 മുകളിൽ ഏകദേശം 30 പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സ് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഫസ്റ്റ് കാര്യം, നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഒരു കാമായിട്ടുള്ള ശബ്ദമില്ലാത്ത ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ഒരു സ്ഥലത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. കാമായിട്ടുള്ള സ്ഥലം ഞാൻ തിരിച്ചും പറയുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ടിവിയുടെ അടിയിൽ ഫാനിൻ്റെ കാറ്റിൽ അടുത്തിരുന്നുകൊണ്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ നടക്കത്തില്ല. എത്ര ഒതുങ്ങിയ ഒരു സ്ഥലമാണോ അത്രയും നല്ലത്. നമ്മൾ ഹാളിൽ ഇരുന്ന് ചെയ്യുന്നത് അതൊന്നും അത്ര ശരിയായിട്ടുള്ള സ്ഥലങ്ങളല്ല. പൂജാമുറിയിലിരുന്ന് ചെയ്യരുത്. എന്നുവെച്ചാൽ പൂജാമുറിയിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നു, ചൂടം കാണിക്കുന്നു, കർപ്പൂരം കാണിക്കുന്നു, അതിൻ്റെയൊക്കെ ഒരു ശക്തി അവിടെ ഉണ്ട്. എല്ലാ പൂജാ ഫോട്ടോസിലും ഉണ്ട്, വിഗ്രഹങ്ങളിലും ഉണ്ട്. ദിവസവും നമ്മൾ വിളക്ക് കത്തിച്ചാൽ മാത്രമേ മതി, അവിടെ താനെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ ധ്യാനം ചെയ്യരുത്. ഓക്കെ, സോ പൂജാമുറി വേണ്ട, ഹാളിൻ്റെ സെൻറ്ററിലൊന്നും വേണ്ട, ഒതുങ്ങിയ ഒരു സ്ഥലത്ത്. അപ്പം ബെഡ്റൂമിലാകാവോ? ബെഡ്റൂമിലാകാം, പക്ഷേ ബെഡിൽ ഇരുന്ന് ധ്യാനം ചെയ്യാൻ പാടില്ല. അത് ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബെഡ്റൂമിലാകാം, പിന്നെ വേറെ റൂമില്ല, സ്ഥലമില്ല, നമ്മൾ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ഉള്ളതുപോലെ. ഇതിന് ഒരു 4 ഏക്കർ സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാനും കുടിൽ കെട്ടാനും ഒന്നും ആവശ്യമില്ല. അതുമാത്രമല്ല, വേറൊരു കാര്യം, ഈ ധ്യാനം പഴകാൻ വേണ്ടി നമ്മൾ ഒരു ആശ്രമത്തിലും പോകണ്ട. ഞാൻ നേരത്തെ അഗസ്ത്യ പിരമിഡിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 8 ദിവസം സൈലൻസിന് വേണ്ടി 45,000 രൂപ അവിടുത്തെ ഫീസ് തന്നെ, അതല്ലാതെ പുറമേ എത്രയോ ചിലവ് ചെയ്ത് 8 ദിവസം സൈലൻസിൽ ഇരുന്നിട്ട് വന്നു. സൈലൻസിലിരിക്കാൻ നമുക്കൊരാശ്രമം വേണം. എന്ത് തന്നെ നമ്മൾ തലകുത്തി നിന്നാലും വീട്ടിൽ സൈലൻസ് ഒരളവിന് മേളിൽ പറ്റത്തില്ല. ഓക്കെ, പൊതുവേ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ധ്യാനം ചെയ്യാനായിട്ട് ഒരു ആശ്രമത്തിനെ തേടി പോകേണ്ട കാര്യമേ ഇല്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പഠിക്കണം. അപ്പം നല്ല ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലം വേണം. അത് ഇരുണ്ടടഞ്ഞ് കിടക്കരുത്. ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലമായിരിക്കണം. ദിവസവും അതിനെ തൂത്ത് തുടച്ച് വൃത്തിയായിട്ട് വെച്ചേക്കണം. ഏതെങ്കിലും ഒരു സൗകര്യമായിട്ടുള്ള ഒരു കോർണർ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അതിൽ വലിയ വെളിച്ചം ഇല്ലെങ്കിലും സാരമില്ല. എന്നുവെച്ചാൽ നമ്മൾ ധ്യാനം ചെയ്യുമ്പം, ധ്യാനത്തിനിരിക്കുമ്പം നമ്മൾ ലൈറ്റൊക്കെ അണയ്ക്കും. എത്ര ഇരുണ്ടിരിക്കുന്നോ അത്രയും നല്ലത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, 2 വേ വെൻറ്റിലേഷൻ വേണം. 2 വേ വെൻറ്റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ജനാല തുറന്നിരിക്കണം, ഇനിയൊരു സൈഡും ജനാല തുറന്നിരിക്കണം. ഒരു ജനലിൽ കൂടെ കാറ്റ് വന്ന് മറു ജനലിൽ കൂടെ പോകണം. അതാണ് 2 വേ വെൻറ്റിലേഷൻ. ആ 2 വേ വെൻറ്റിലേഷൻ അത്യാവശ്യമാണ്. പിന്നെ ഒരു ഫാൻ ഉള്ളതും അത്യാവശ്യമാണ്. ഫാനിൻ്റെ കീഴിൽ തന്നെ ഇരുന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഈ ദഹിക്കുന്ന ചൂടിൽ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ വേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെയാണെങ്കിലേ നല്ല കാറ്റോട്ടം ഉള്ളതാണ് എൻ്റെ ടെറസിൽ പോയിരുന്ന് ചെയ്യാവോ? ടെറസിൽ പോയിരുന്ന് ചെയ്യാം, പക്ഷേ നമ്മളുടെ തലയ്ക്ക് മീതെ ഒരു കൂര വേണം. ഓപ്പൺ സ്പേസിലിരുന്ന് ചെയ്യാനേ പാടില്ല. എന്താ വെച്ചാൽ ഓപ്പൺ സ്പേസിൽ പല ശക്തികൾ കിടന്ന് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് നമ്മളുടെ ഈ 2 കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ചുറ്റി ഒരുപാട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ശക്തികൾ കിടന്ന് മറിയുക. അതുകൊണ്ട് നമ്മൾ ഈ ധ്യാനത്തിലോട്ട് പോകുമ്പം ചിലപ്പം നമ്മളെ ചുറ്റിയുള്ളത് കെട്ട ശക്തിയായിരിക്കും.
അത് നമ്മളുടെ കൂടെ വന്ന് അറ്റാച്ച് ചെയ്യും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഞാൻ പേടിപ്പെടുത്താനല്ല പറയുന്നത്, ശ്രദ്ധ വേണമെന്ന് പറയുക. ടെറസിൽ പോയി ചെയ്യാം. ടെറസിലാവുമ്പം രാവിലെയൊക്കെ ചെയ്യുമ്പം എന്തു ചൂടാണെങ്കിലും ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു തണുത്ത കാറ്റ് ഉണ്ടാകും, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ടെറസിൽ ലൈറ്റ് ഇടണം, ഇഴജന്തുക്കളൊന്നും വരാത്ത രീതിയിൽ നോക്കണം. തലയ്ക്ക് മീതെ ഒരു കൂര വേണം, അത്രയും മാത്രം. ബാക്കി എല്ലാ സ്ഥലവും തുറന്ന് കിടക്കട്ടെ, അത് നല്ലത്. ഓക്കെ, അങ്ങനെ എല്ലാ ദിവസവും ഒരേ സ്ഥലത്തിരിക്കുന്നത് നല്ലത്. ഒരേ സമയത്ത് ധ്യാനം ചെയ്യാൻ ഒരുങ്ങുന്നതും നല്ലത്. ഓക്കെ, പിന്നെ ആ സ്ഥലം ദിവസവും തുടച്ച് നീറ്റാക്കി വെച്ചേക്കണം. പല്ലിയച്ചം അല്ലെങ്കിൽ കാക്കയുടെ കാഷ്ടം അങ്ങനെ ഇങ്ങനെ അഴുക്ക് അവിടെ വെച്ച് കഴിക്കുന്നത് അതൊന്നും പാടില്ല. അത് വളരെ, ഇനിയും നിങ്ങൾ ഇരുന്ന് ധ്യാനം ചെയ്യാൻ പോകുന്ന സ്ഥലം വളരെ പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അതിനെ അതിൻ്റെ രീതിയിൽ കാത്തു സൂക്ഷിക്കണം. ലൈറ്റ് ഇല്ലെങ്കിലും സാരമില്ല, പക്ഷേ ഫാൻ വേണം. AC ഉണ്ടെങ്കിൽ AC-യിലും ഇരിക്കാം. AC തന്നെ വേണമെന്നില്ല. എന്നുവെച്ചാൽ AC എന്നൊക്കെ ആകുമ്പോഴേ നമ്മൾ ഒരുപാട് പ്രകൃതിയിൽ നിന്ന് മാറി പോവുകയാണ്. നമുക്ക് എത്ര ദൂരം പ്രകൃതിയോട് ഒത്തൊരുമിച്ചിരുന്ന് നമുക്ക് ധ്യാനം ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലത്. മരത്തിൻ്റെ അടിയിലിരിക്കാം, നല്ല നല്ല മരങ്ങളുടെ അടിയിലിരിക്കാം, വേപ്പിൻ്റെ അടിയിലിരിക്കാം. പക്ഷേ പുളിമരത്തിൻ്റെ അടിയിൽ ഇരിക്കരുത്. പുളിമരത്തിൻ്റെ അടിയിൽ ഇരിക്കരുത് എന്നൊക്കെ പറയും. അതിനൊക്കെ വേറെ സയൻറ്റിഫിക് റീസൺസ് ഉണ്ട്. പുളിമരത്തിൻ്റെ അടിയിൽ ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. അപ്പം അത് ഈ ഓക്സിജൻ ലെവൽ കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് എന്തോ പറയും, പേയ് വരുന്നു, ശാശ് വരുന്നു, പുളിമരത്തിൽ ശാശുണ്ട്, അതിൻ്റെ പുളിമരത്തിൻ്റെ അടിയിൽ കിടക്കരുത് എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്നത് അക്കാലത്ത് നമുക്ക് വേണ്ടി നമ്മുടെ വലിയവർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഊതിപ്പെരുപ്പിച്ച് പറഞ്ഞിട്ടുള്ളതിൽ 100% അർത്ഥമുണ്ട്. ഓക്കെ, വേപ്പിൻ്റെ അടിയിൽ കിടക്കാം, ആലമരത്തിൻ്റെ അടിയിലിരുന്ന് ധ്യാനം ചെയ്യാം, അരസമരത്തിൻ്റെ അടിയിലിരുന്ന് ധ്യാനം ചെയ്യാം. അവിടെയൊക്കെ ഓക്സിജൻ കണ്ടൻറ്റ് കൂടുതലാണ്. ഓക്കെ, ഈ അമ്പലത്തിൽ തന്നെ ചില മരങ്ങളെ ചുറ്റി ഈ സിമൻറ്റ് ബെഞ്ചൊക്കെ ഇട്ടേക്കും, അവിടെയൊക്കെ ഇരുന്ന് ധ്യാനം ചെയ്യാം. അതൊക്കെ നല്ല സ്ഥലങ്ങളാണ്, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ഇനി ഇപ്പം ഇത് ഒന്ന് സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പോയിൻറ്റ്സ്. അടുത്തത് എങ്ങനെ ഇരിക്കേണ്ടിയേ എന്തുവാ എന്നുള്ളതൊക്കെ. അപ്പം നല്ല ഒരു തൂത്ത് തുടച്ച് ഉള്ള സ്ഥലത്ത് ഒരു പഴയ ബെഡ്ഷീറ്റ്, നല്ല കട്ടിക്കുള്ള ഒരു ബെഡ്ഷീറ്റ് ഇടുക, അല്ലെങ്കിൽ ഒരു പായ് വിരിക്കുക. പായൊക്കെ വളരെ നല്ല പായായിരിക്കണം, ശുദ്ധമായിട്ടുള്ള പായായിരിക്കണം. ഓക്കെ, അതിനകത്ത് 2 വർഷം കൊണ്ട് കിടക്കുക അങ്ങനത്തെ ഒന്നുമല്ല. നല്ല, അല്ലെങ്കിൽ ഒരു 100 രൂപയുടെ ഒരു പായ് വാങ്ങിക്കണം, അത്രയേ ഉള്ളൂ. നല്ല ഒരു പായോ അല്ലെങ്കിൽ നല്ല ഒരു ബെഡ്ഷീറ്റോ ആദ്യം തറയിൽ വിരിക്കുക. പിന്നെ തറയിലിരുന്ന് ചെയ്യാൻ പറ്റുന്നവരെ തറയിലിരിക്കാവൂ. ഞാൻ തറയിലിരുന്ന് 10 വർഷമായി മാഡം, എനിക്ക് തറയിലൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല, ഇരുന്നാൽ എണ്ണിക്കാൻ ഒക്കത്തില്ല, 4 പേര് വേണം എന്നെ പൊക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് കസേരയിലിരിക്കാം. കസേരയിലിരിക്കുമ്പം ഇതുപോലെ കൈയില്ലാത്ത കസേരയായിരിക്കണം. നല്ല ജസ്റ്റ് ഇങ്ങനെ കൈ കെട്ടിയിരിക്കുന്ന പോലെ കൈയില്ലാത്ത കസേരയായിരിക്കുന്നാൽ കുറച്ചും കൂടെ നല്ലത്. അതൊന്ന്. പിന്നെ നമ്മൾ ഈ തറയിൽ ആദ്യം ബെഡ്ഷീറ്റ് വിരിക്കുന്നത് തന്നെ ഈ ധ്യാനത്തിനിരിക്കുമ്പം നമ്മളുടെ ദേഹത്തിലെ ഒരു ഭാഗം പോലും ഗ്രൗണ്ടിൻ്റെ കൂടെ, അതായത് ഈ ഭൂമിയുടെ കൂടെ ഡയറക്റ്റായിട്ട് ടച്ച് ആവരുത്. എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജീവസമാധിയിലൊക്കെ വരുമ്പോഴേ ആൾക്കാർ പടക്കേന്ന് വന്ന് ഇരിക്കും, തറയിൽ തന്നെ ഇരുന്ന് കുറേ നേരം ധ്യാനം ചെയ്തിട്ട് പോകും. പക്ഷേ അത് സയൻറ്റിഫിക്കായിട്ട് ശരിയായിട്ടുള്ള പദ്ധതിയല്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിക്ക് ഒരു ആകർഷണ ശക്തി ഉണ്ട്, ഇല്ലയോ? ആ ആകർഷണ ശക്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയൊക്കെ ഈ ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ ഈ ഭൂമിയിലെ
സർഫേസിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അതിൽ തന്നെ പാറ എടുക്കുന്നു, വെട്ടുന്നു, ഫ്ലാറ്റ് കെട്ടുന്നു, കുഴി തോണ്ടുന്നു, സ്കൂൾ കെട്ടുന്നു, വീട് കെട്ടുന്നു, എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു. പക്ഷേ എല്ലാം അതാത് സ്ഥലത്ത് ഇരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഭൂമിക്ക് അതിൻ്റെതായ ഒരു ആകർഷണ ശക്തി ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയും ഇംഗ്ലീഷിൽ, ഇല്ലയോ? അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ പുല്ലിനെ എല്ലാത്തിനെയും തൻ്റെ സെൻറ്റർ പോയിൻറ്റിലോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അങ്ങനെ ഉള്ളപ്പം നമ്മൾ തറയിലിരുന്നാൽ നമ്മുടെ ശക്തിയെല്ലാം ആ ഗ്രാവിറ്റേഷണൽ പുൾ ഫോഴ്സ് വന്ന് വലിച്ചെടുത്തോളും. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഇരുന്ന് ധ്യാനം ചെയ്യുക, കോസ്മിക് എനർജിയെ ബ്രഹ്മേന്ദ്രം വഴി വാങ്ങിക്കുക, അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ ഇരുന്നാൽ അതുവഴി നമ്മുടെ ദേഹത്തുനിന്ന് ഡയറക്റ്റായിട്ട് അങ്ങ് പോകും. ഭൂമിക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല, ഭൂമിയുടെ സ്വഭാവം അതാണ്, അതിൻ്റെ നേച്ചർ അതാണ്. അതിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളുള്ളത് കൊണ്ടാണ് നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് സർഫേസിൽ. അപ്പോൾ അതിന് നമ്മൾ ഹാപ്പിയാണല്ലോ. അപ്പോൾ മറ്റേതിനെക്കുറിച്ച് കുറ്റം പറയരുത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നല്ല ഒരു ബെഡ്ഷീറ്റ് വിരിക്കണം. പണ്ടേ ഞങ്ങളുടെ അമ്മൂമ്മ പറയും, വെറും തറയിൽ കിടന്ന് ഉറങ്ങാതെ എന്ന്. അപ്പോഴൊന്നും മനസ്സിലായില്ല. വെറും തറയിൽ കിടന്ന് പായിട്ട് കട ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് കട എന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. നമ്മൾ വെറും തറയിൽ കിടന്ന് ഉറങ്ങിയാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി അത്രയും ഭൂമി വലിച്ചെടുത്തോളും. നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഗ്രൗണ്ടിങ്. വെറും കാലോടെ നടക്കണം, പുൽത്തറയിൽ നടക്കണം. അതിന് ഇത് വിരുദ്ധമാണ്. എന്താ വെച്ചാൽ നമ്മൾ പുൽത്തറയിൽ നടക്കുന്നതും ഒക്കെ വേറെ ഒരു പർപ്പസ്, അത് എനർജി കൂട്ടാൻ. ഞാൻ പറഞ്ഞില്ലേ, എർത്തിൻ്റെ മേളിൽ ഒരു ലെയർ അങ്ങനെ ബ്ലാങ്കറ്റ് വിരിച്ച പോലെ ഇലക്ട്രോൺസ് കാണും. എർത്ത് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസാണ് അത്. ആ ഇലക്ട്രോൺസ് ഒരു ബ്ലാങ്കറ്റ് പോലെ കിടക്കും. അപ്പോൾ അതിൽ ചവിട്ടുമ്പം ഈ ഇലക്ട്രോൺസ് എല്ലാം നമ്മുടെ കാലിൽ കൂടെ ദേഹത്ത് കയറും. അത് നല്ലതിന്. അപ്പോൾ ദിവസവും ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ എർത്തിങ് ചെയ്യണം. ഒരു അരമണിക്കൂറെങ്കിലും ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ എർത്തിങ് ചെയ്യണം. അത് എർത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ധ്യാനത്തിന് ഒരുങ്ങുമ്പം നമ്മൾ ഡയറക്റ്റായിട്ട് കൈ പോലും ഊന്നരുത്. ഞങ്ങളൊക്കെ കൊച്ചിലെ ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിലും തറയിലേ ഇരുത്തി കഴിക്കത്തുള്ളൂ. എല്ലാവരും അവരവരുടെ തടുക്കെടുത്തിടണം, അവരവരുടെ പ്ലേറ്റ് കൊണ്ടുവയ്ക്കണം, അവരവരുടെ ഗ്ലാസ് കൊണ്ടുവയ്ക്കണം. അപ്പോഴേ ചോറ് വീഴത്തുള്ളൂ അതിനകത്ത്. അപ്പം ചിലപ്പോൾ കൈ ഊന്നി കഴിക്കരുത്. ഞാൻ വിചാരിക്കും, ഈ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഇങ്ങനെ പറയുന്നല്ലോ എന്ന്. പക്ഷേ ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാവുന്നത്. അല്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ പറഞ്ഞതിന് അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പം കൈ ഊന്നിയാൽ നമ്മുടെ കൈ വഴി എനർജി പോകും ഭൂമിക്ക്, വേസ്റ്റ്. വെറുതെ ഭൂമി ആവശ്യപ്പെട്ടിട്ടല്ല, പക്ഷേ നമ്മുടെ ദേഹത്തുനിന്ന് അത് പോകുന്നു. അതുകൊണ്ട് ധ്യാനത്തിൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നല്ല ഒരു പായ വിരിക്കണം, അല്ലെങ്കിൽ നല്ല കട്ടിക്കുള്ള ഒരു ബെഡ്ഷീറ്റ് വിരിക്കണം. ഓക്കെ. പിന്നെ തറയിലിരിക്കുന്നവർക്ക് എങ്ങനെ, ചെയറിലിരിക്കുന്നവർക്ക് എങ്ങനെ, കസേരയിലിരിക്കുന്നവർക്ക് എങ്ങനെ? തറയിലിരിക്കുന്നവർക്ക് ചമ്മണം പൊട്ടിയിരിക്കാം. സുഖാസനം എന്നാണ് പറയുന്നത്. സുഖാസനം എന്ന് വെച്ചാൽ വളരെ റിലാക്സ്ഡായിട്ട്, ഹായായിട്ട്. ഇപ്പോൾ തിയേറ്ററിൽ പോയിരുന്നുകൊണ്ട് നല്ല റിലാക്സ്ഡായിട്ട് ഇരുന്ന് സിനിമ കാണാൻ എങ്ങനെ ദേഹരീതിയായിട്ടും മനോരീതിയായിട്ടും നമ്മൾ തയ്യാറാകുന്നു, അതേ റിലാക്സേഷൻ ഇവിടെയും വേണം. മസിൽ പിടിച്ചോണ്ട് ഞാൻ ഇന്നോട്ട് ധ്യാനം നോക്കിയോ, മുക്തി കയ്യിൽ പിടിച്ചിട്ടേ ഉള്ളൂ, ബാക്കി കാര്യം ഒരു മസിൽ പിടിച്ചാലും ആവശ്യമില്ല. ഓക്കെ, വളരെ റിലാക്സ്ഡായിട്ടിരിക്കണം. പണ്ടൊക്കെ പത്മാസനത്തിലാണ് ഇരുന്ന ആൾക്കാർ ചെയ്തത്. ഇത് പത്മാസനം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നു, ഈ ഋഷികളും മുനികളുടെയൊക്കെ പടം ഇട്ടിരിക്കുന്നല്ലോ, തവം ചെയ്യുന്ന പോലെ. അവരെതിലായിരുന്നേ? ഒന്നാലോചിച്ച് നോക്ക്. പുലിത്തോലിലും മാൻതോലിലും. ഓക്കെ, എന്തിനാണ് ഈ പുലിത്തോലും മാൻതോലും ഒക്കെ? അവർ വേട്ടയാടി, അവർക്ക് ഇഷ്ടം പോലെ കിട്ടും, അതുകൊണ്ട് അവർ ചെയ്തിരുന്നു. അതല്ല, അവർ ബുദ്ധിപൂർവം ആലോചിച്ചാണ് ചെയ്തത്. ഈ പുലിത്തോല് മാൻതോലൊക്കെ ഈ ഗ്രാവിറ്റേഷണൽ പുള്ളിയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. ഓക്കെ, അവരൊക്കെ അത് ചെയ്തു. അപ്പോൾ എനിക്കിനി പുലിത്തോല് വേണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടലേ, അത് നമ്മളെ അപകടത്തിലാക്കും. ഓക്കെ, അതുകൊണ്ട് അതൊന്നും വേണ്ട. നമുക്ക് സാധാരണ നല്ല ഒരു തിക്ക് ബെഡ്ഷീറ്റോ യോഗ മാറ്റോ അല്ലെങ്കിൽ നല്ല ഒരു പായോ
അതിന് നിന്നുള്ള ഒരു ശുദ്ധമായിട്ടുള്ള ഒരു സാധനം എടുത്തു വയ്ക്കുക. ഇപ്പം താഴെ ഇരിക്കുന്നവർക്ക് ഇപ്പം പത്മാസനത്തിൽ ഇരിക്കണമെന്നില്ല, ഇരിക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. എന്താ വെച്ചാൽ ഈ പത്മാസനത്തിൽ ഇരിക്കുമ്പം തന്നെ നമ്മുടെ ബാക്ക് ഉണ്ടല്ലോ, നമ്മുടെ പുറം സ്ട്രെയിറ്റ് ആവും. അതാണ് അതിൻ്റെ ഗുണം. പത്മാസനത്തിലിരിക്കുമ്പം 2 കാലും മടങ്ങും, ചമ്മണം പൊട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുന്നു. പക്ഷേ ഒരു ഇങ്ങനെ അതിൻ്റെ വേറെയാണ്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴേ തന്നെ നമ്മുടെ ബാക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആവും. അപ്പം നമ്മളായിട്ട് ഇനി ബാക്കിനെ സ്ട്രെയിറ്റ് ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇപ്പം പത്മാസനം പറ്റില്ല എന്നാൽ പിന്നെ സുഖാസനം. സുഖാസനം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര സുഖത്തിലോട്ട് പോകരുത്. ഭയങ്കര സുഖത്തിലോട്ട് പോയാൽ എന്താകും നമുക്കറിയാം, ഉറക്കത്തിലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയല്ല, നമുക്ക് ഇരുന്നാൽ കുറച്ച് നേരം അനങ്ങാതെ ഇരിക്കാൻ പറ്റണം. ആ ഒരു പോസ്ചർ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പം താഴെ ഇരിക്കുമ്പം ചമ്മണം പൊട്ടിയിരുന്നാലേ മതി. ചമ്മണം പൊട്ടിയിരുന്നാലേ ഒരുവിധം നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആകും. കുറച്ച് നേരം ഇരിക്കാൻ പറ്റണം. നമ്മൾ ധ്യാനത്തിന് ഒരുങ്ങുമ്പം ആദ്യം 15 നിമിഷത്തിൽ നിന്ന് തുടങ്ങും, പിന്നെ 30 ആക്കും, 30 മിനിറ്റ്സ്, പിന്നെ 45 മിനിറ്റ്സ്, 1 അവർ, 2.5 മണിക്കൂർ നമ്മൾ അനങ്ങാതെ ഒറ്റ ഇരിപ്പ് ഇരിക്കാനുള്ള ശക്തി നമുക്ക് വേണം. അത് ഒറ്റയടിക്കൊന്നും വരത്തില്ല. കുറേശ്ശെ എന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ അങ്ങനെ ഇരുന്ന് ശീലിച്ചേ ഇല്ല. അതുകൊണ്ട് ഒറ്റയടിക്ക് ഞാൻ 2.5 മണിക്കൂർ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ കൊടി പിടിക്കാൻ തുടങ്ങും. ദേഹം അതിൻ്റേതായ കൊടി പിടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, കുറേശ്ശെ സമയം കൂട്ടി വരിക. സോ ആസന ശുദ്ധി. ആസനം എന്ന് വെച്ചാൽ ഇരിപ്പ്, നമ്മളുടെ ഇരിപ്പ്. ആസന ശുദ്ധി എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2.5 മണിക്കൂർ ഇരുന്ന ഇരിപ്പിൽ അനങ്ങാതെ ഇരിക്കാൻ പഠിക്കണം. അതാണ് ആസന ശുദ്ധി. വാക്ശുദ്ധി, ആത്മശുദ്ധി എന്ന് പറയുന്ന പോലെ ആസന ശുദ്ധി അത് വേണം. പിന്നെ ഒരു കാര്യം, ഈ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോഴേ കുറേ നേരം ഇരിക്കുമ്പം കാല് പെരുത്ത് വരും. കാലിലിങ്ങനെ പെരുപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. അതിങ്ങനെ പെരുത്ത് വരും. നമ്മളെ അറിയാണ്ടേ കാലങ്ങ് നീട്ടും. അതിൻ്റെ കാരണം നമ്മൾ ഈ ചമ്മണം പൂട്ടിയിരിക്കുമ്പം കാലിന് പോകുന്ന രക്ത ഓട്ടം കുറയും. അതുകൊണ്ടാണ് ഈ പെരുപ്പ് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉയർന്ന ഒരു പലക വേണം ഇടാൻ. നമ്മൾ താഴെ ബെഡ്ഷീറ്റോ പായോ വിരിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ഉയർന്ന ഇത്രയും ഹൈറ്റുള്ള ഒരു പലക. ഇതൊക്കെ പൂജാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ ഇഷ്ടംപോലെ കിട്ടും. അങ്ങനത്തെ ഒരു നല്ല പലക വാങ്ങിച്ച് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ച് ഇതിനേന്ന് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിനേന്ന് പുതിയതായിട്ടൊന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇരിക്കണം. ഓക്കെ, അതിൻ്റെ പുറത്തിരിക്കുമ്പം കാല് താഴെ വരും. നമ്മുടെ ദേഹം പലകയുടെ പുറത്തായിരിക്കും, ഈ കാല് രണ്ടും താഴെയാണ്. താഴെ എന്ന് പറയുമ്പോൾ ഈ ഡയറക്റ്റായിട്ട് ടച്ച് ആവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പായോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ കുറച്ച് താത്ത് കാല് വയ്ക്കുമ്പം ബ്ലഡ് സർക്കുലേഷൻ നേരെ അവിടെയും കൂടെ പോയിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത്. അപ്പം ഈ പുള്ളിയായിട്ട് വരുന്നതുണ്ടല്ലോ, ഈ കാല് പെരുപ്പ്, അത് അത്ര എളുപ്പം വരത്തില്ല. അതൊരു വലിയ ടെക്നിക്കാണ്. അപ്പം നാളെ ഞാൻ ഇന്ന് പറയുന്നതെല്ലാം നാളത്തെ വീഡിയോയിൽ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, കുറേശ്ശെ എല്ലാം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പണ്ടേ. അതുകൊണ്ട് അതെല്ലാം ഞാൻ എടുത്ത് കാണിക്കാം. ഓക്കെ, സോ അങ്ങനെ വേണം ഇരിക്കാൻ. അപ്പം ഒന്നേ ചമ്മണം പൊട്ടിയിരിക്കാം, അല്ലെങ്കിൽ കാല് നീട്ടിയിരിക്കാം. തറയിലിരുന്നുകൊണ്ട് ഈ പലകയുടെ പുറത്തിരുന്നുകൊണ്ട് കാല് നീട്ടിയിരിക്കാം. ആദ്യമേ സ്റ്റാർട്ടിങ്ങേ കാല് നീട്ടിയിരിക്കാം. കാല് നീട്ടിയിരുന്നാൽ ഈ കാല് രണ്ടും ഇത് രണ്ടുമാണ് പാദമെന്ന് വെച്ചോണം. ഇത് രണ്ടും പാദമെന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസ് ആവണം. ഈ പാദത്തിൻ്റെ സൈഡ് ക്രോസായി വേണം ഇരിക്കാൻ. എന്നുവെച്ചാൽ ഞാനും ഞങ്ങളുടെ അമ്മുമ്മയുടെ അമ്മ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ദേഹം ഇങ്ങനെ കുനിഞ്ഞിരിക്കും. 95-100 വയസ്സ് വരെയൊക്കെ അവർ ജീവിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കും, വലിയ കൂനുള്ള ഒരു ദേഹമാണ്. പക്ഷെ കാല് രണ്ട് സ്ട്രെയിറ്റായിരിക്കും, ഇങ്ങനെ വെച്ചേക്കും. അത് അവർക്ക് കംഫർട്ടബിൾ. പക്ഷേ നമ്മൾ ധ്യാനത്തിന് ഒരുങ്ങുമ്പം ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വയ്ക്കരുത്, ഇങ്ങനെ ക്രോസായിട്ട് വയ്ക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം.
ശരി, തറയിലിരിക്കുന്നവർക്ക് ഇങ്ങനെ. കസേരയിരിക്കുന്നവർക്ക് എങ്ങനെ? കസേരയിലിരിക്കുന്നവരും കാല് രണ്ടും താഴെ തറയിൽ തൊടുന്ന പോലെ, ഈ എങ്ങും തൊടാതെ ഇങ്ങനെ ഇരിക്കരുത്, തറയിൽ ഉറച്ചിരിക്കുന്ന പോലെ. അപ്പോൾ കസേരയുടെ ഹൈറ്റ് അതിനേറ്റ പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. കാല് വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കരുത്. കാല് തറയിൽ പതിഞ്ഞിരിക്കണം. കാലും അതും ഇങ്ങനെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്രോസ് ചെയ്യുന്നതിൻ്റെ സയൻസ് എന്തുവാന്ന് വെച്ചാൽ എനർജി വെളിയിൽ പോകത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പം എനർജി ഇങ്ങനെ പാദത്തിൽ കൂടെ ഈ വിരലുകളുടെ ടിപ്സിലെ കൂടെ ഇങ്ങനെ പോകും. അതേ സമയത്ത് ഇങ്ങനെ ഇവിടെ ക്രോസ് ആയാൽ അത്ര വേഗം പോകത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇരിക്കുന്നവർക്കും തറയിലിരിക്കുന്നവർക്കും കസേരയിൽ ഇരിക്കുന്നവർക്കും ഉള്ള ടിപ്സ്. ഓക്കെ, അപ്പം കാലൊക്കെ നീട്ടിയിരിക്കാം, അല്ലെങ്കിൽ കാല് മടക്കിയിരിക്കാം. പിന്നെ ധ്യാനത്തിൻ്റെ ഇടയിൽ തന്നെ ഇപ്പം ആദ്യം ശരി ഞാൻ കുറച്ചൊക്കെ നോക്കട്ടെ, ശ്രമിക്കട്ടെ എന്ന് വിചാരിച്ച് ചമണം പൂട്ടിയിരിക്കും, അത് നല്ലത് തന്നെ. പിന്നെ കുറേശ്ശെ ധ്യാനത്തിലേ ഇങ്ങനെ ഇരിക്കുമ്പം നമുക്ക് കാല് പെരുക്കും. അപ്പോൾ എന്ത് ചെയ്യണം? കാല് മാത്രം അനങ്ങാതെ, ദേഹത്തിനെ അറിയരുത് നമ്മൾ കാല് നീട്ടുവാന്ന്. അങ്ങനെ പതുക്കെ കാല് നീട്ടാം. ധ്യാനത്തിൻ്റെ ഇടയിലേ നമുക്ക് കാല് നീട്ടാം, ഒരു തെറ്റുമില്ല. വേറെ ഒരു അവയവങ്ങളും ഡിസ്റ്റർബ് ആകാത്ത രീതിയിൽ പതുക്കെ രണ്ട് കാല് നീട്ടി ഇങ്ങനെ ക്രോസ്ഡ് ആയിട്ടിരിക്കാം. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ. ബാക്കിൽ റെസ്റ്റ് ചെയ്യാവോ? നട്ടെല്ലിനൊക്കെ വീക്കായിപ്പോയി, എന്ത് ചെയ്യാനാ? മുക്തി നേടാൻ ഇപ്പോഴേ തോന്നുന്നുള്ളൂ. അപ്പം നമ്മൾ പറയുന്ന സ്ഥലത്തൊന്നും നിൽക്കുന്നില്ല, നട്ടെല്ല് കിടക്കണമെന്ന് തോന്നുന്നു. തെറ്റേയില്ല, ബാക്ക് റെസ്റ്റ് ചെയ്തോണം. ബാക്ക് റെസ്റ്റിന് ഒരു തലയണ വെച്ചോളാം. ഞാനൊക്കെ എപ്പോഴും ഹാർഡായിട്ടുള്ള ഒരു സാധനം വേണം. അപ്പം ഞാൻ ഈ വലിയ ഒരു റൈറ്റിംഗ് പാഡ് വാങ്ങിച്ചു. ആ പാഡിനെ എൻ്റെ പുറയിൽ വയ്ക്കും. പുറയിൽ വെച്ച് അതിൽ ചാരിയിരിക്കും. അപ്പം ഇങ്ങനെ കുത്തനെ 2.5 മണിക്കൂറൊക്കെ ഇരിക്കുന്നത് നടക്കാത്ത കാര്യം. അപ്പം പതുക്കെ പതുക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ എടുത്തെടുപ്പിലേ ചാരി ഇരുന്നാലും തെറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ അതിനേറ്റ പോലെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കണം. പിന്നെ ഈ ഈ ഈ പലകക്കട്ടയില്ലയോ, ഈ പലകയിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. ഈ പലകയുടെ മേളിൽ, വെറും പലകയിലൊക്കെ മണിക്കൂറുകളിൽ ഇരിക്കാൻ ഒക്കത്തില്ല, വേദനിക്കും. അപ്പം അതിൻ്റെ മേളിൽ ഒന്നീ ഈ തർപ്പപ്പുല്ല് കൊണ്ട് ചെയ്ത പായ്, അത് എൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാം കൂടെ നാളെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഈ തർപ്പപ്പുല്ല് കൊണ്ട് ചെയ്യുന്ന പായ് ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരും കൂടി വരുവാണ്. അപ്പം മാർക്കറ്റിൽ അത് ചൂട് പിടിച്ചു. അപ്പം 10-500 രൂപ കൊടുത്താൽ ഒരു തർപ്പപ്പുല്ലിൻ്റെ പായ് കിട്ടും. ചെറുത് ഒരു തടുക്ക് എന്ന് പറയും. കൊച്ചിലെ ഞങ്ങളൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, കഴിക്കാൻ വരുമ്പോൾ അവനവൻ്റെ തടുക്കെടുത്തോണ്ട് വാ ഒന്നിരി എന്നൊക്കെ പറയും. അപ്പം തടുക്ക് പോലെ ഇങ്ങനെ സ്ക്വയറായിട്ടോ റെക്റ്റാങ്കുലറായിട്ടോ ഒരു തർപ്പ പുല്ല് കൊണ്ട് ചെയ്ത് പിന്നിയ പായുണ്ട്, അത് ബെസ്റ്റ്. എന്താ വെച്ചാൽ ഈ തർപ്പപ്പുല്ലിൻ്റെ പായ് നമ്മൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് മാറ്റി നിർത്തും. ഈ പുലിത്തോലിന് സമാനമാണ്. ഓക്കെ, അപ്പോൾ തർപ്പപ്പുല്ല് ഇല്ലയോ? പായൊന്നും നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ കിട്ടുന്നില്ല. എനിക്ക് കിട്ടുമ്പം വാങ്ങിക്കാം, സന്തോഷം. അതുവരെ എന്ത് ചെയ്യാം? അടുത്ത ബെസ്റ്റ് സിൽക്ക് തുണി. സിൽക്ക് തുണി എന്ന് വെച്ചാൽ ഞാൻ പോയി കാഞ്ചീപുരത്ത് പോയി സിൽക്ക് വാങ്ങിക്കണമെന്നല്ല പറയുന്നത്. നമ്മളുടെ കയ്യിലുള്ള പഴയ സിൽക്ക് സാരി, പഴയ സിൽക്ക് സാരി കീറാറായിക്കണം. അതിനെ 4ആയിട്ട് വെട്ടി, അല്ലെങ്കിൽ പഴയ സിൽക്ക് മുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എടുത്ത് ആ പായയുടെ പുറത്ത് നമുക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടി ഒരു കുഷൻ പോലെ ചെയ്ത് ഇടുക. ഓക്കെ, അതൊന്ന് വേണം. അങ്ങനെയല്ല, ഒന്നുമേ ഇല്ലെങ്കിൽ ഡോർമാറ്റ്, ഈ ചവിട്ടുമെത്ത ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതിൽ നല്ല ഒരു ക്വാളിറ്റി ഒരു ചവിട്ടുമെത്ത വാങ്ങിച്ചിട്ട് അതിൻ്റെ പലകയുടെ പുറത്ത് ഇരിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇതിനു പുറമേ ഇപ്പം തയ്യാറെടുപ്പിലാണല്ലോ നമ്മൾ. ധ്യാനം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ നല്ല വെള്ളം കുടിക്കണം. ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണം. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡീടോക്സ്. ദേഹത്തിലുള്ള അഴുക്കെല്ലാം വെളിയിൽ പോകാനുള്ള ഒരു അവസരമാണ് നമ്മൾ ദേഹത്തിന് കൊടുക്കുന്നത്, ദേഹത്തിനും മനസ്സിനും.
അപ്പം 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഈ ധ്യാന സമയത്ത് തൊണ്ട വരളാതിരിക്കും, ചുമ വരാതിരിക്കും, ഒരുപാട് അഴുക്കുകൾ കിഡ്നി വഴിയാണ് ഡീടോക്സ് ചെയ്ത് റെഡിയായിരിക്കും. ഓക്കെ, സോ ഒരു 2-3 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഇളം ചൂട് വെള്ളമാണെങ്കിൽ നല്ലത്. ഈ ഐസ് കോൾഡ് വാട്ടറൊന്നും കുടിക്കരുത്. ദാറ്റ് റിമൈൻസ് മീ, ഈ ധ്യാനത്തിലൂടെ നമ്മൾ പ്രയാണം ചെയ്യുമ്പം ഇനി ഈ കോൾഡായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കണം. ഈ പാട്ടുകാരൊക്കെ പാട്ട് പാടുന്നവരൊക്കെ നോക്കണം, ഒരു നാളും അവർ ഐസ്ക്രീം തിന്നത്തില്ല. അത് ഇപ്പോൾ എനിക്കൊക്കെ ഐസ്ക്രീം എത്ര കഴിച്ചാലും ചേരും. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം സമ്മറിൽ കിട്ടുമ്പം കഴിക്കും. അതുകൊണ്ടല്ല, അറവേ മാറ്റി നിർത്തണമെന്നല്ല. പക്ഷേ ഇളം ചൂട്ടിൽ വെള്ളം കുടിക്കുന്നതാണ് സാധാരണഗതിയിലെ എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഈ ഐസ് വാട്ടർ എടുത്തെടുത്ത് കുടിച്ചിട്ട് ഇരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഐസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വലി അത് ചൂടാണ്. പക്ഷേ നമ്മുടെ ദേഹത്ത് ചില്ലെന്ന് പോകുമ്പം നമ്മളുടെ ടെമ്പറേച്ചറിനെ, ദേഹത്തിലുള്ള ടെമ്പറേച്ചറിനെ കുറയ്ക്കും. പക്ഷേ നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്തുവാ? എനർജിയെ കൂട്ടുക, ആ ഉഷ്ണത്തിനെ കൂട്ടുക. ഉഷ്ണവും ഒരു എനർജിയാണ്. അപ്പോൾ ഉഷ്ണത്തിനെ എങ്ങനെ മേളിലോട്ട് കൊണ്ടുവരണമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. അപ്പം പോയി ഐസ് വാട്ടർ കുടിച്ചിട്ട് കുത്തിയിരിക്കുന്നത് ശരിയല്ല. പിന്നെ എപ്പോഴും ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളം അടുത്ത് വെച്ചേക്കണം. ഓക്കെ, അതൊരു കാര്യം. പിന്നെ അതെ, പിന്നെ കസേരയിലിരിക്കുന്നവർക്ക് ഏത് ഡയറക്ഷനിലായിരിക്കേണ്ടിയേ? നോർത്താണ് നല്ലത്. വടക്ക് നോക്കിയിരിക്കുന്നത് ധ്യാനത്തിന് വളരെ നല്ലത്. ഇല്ല, എൻ്റെ റൂമിൽ സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് അവിടെ വടക്ക് നോക്കിയിരിക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ കിഴക്ക് നോക്കിയിരിക്കാം, പടിഞ്ഞാറ് നോക്കിയിരിക്കാം. തെക്ക് നോക്കി മാത്രം വേണ്ട. അപ്പോൾ തെക്ക് നോക്കി എന്തുകൊണ്ട് ഇരിക്കരുതെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ കൊച്ചിലെ തേങ്ങ തിരുവി തരാൻ പറയും എൻ്റെ അമ്മൂമ്മ. തിരുവടി, തേങ്ങ തിരുവടി, അത് ചെയ്യടി, ഈ ചെയ്യടിന്ന്. അപ്പം തേങ്ങ തിരുവാനായിട്ട് തെക്ക് നോക്കി, ചിരവ തെക്ക് നോക്കിയിരിക്കരുത്. അപ്പോഴൊക്കെ എത്ര ദേഷ്യം വരുമെന്നോ. ഈ അമ്മച്ചിക്ക് വേറെ ജോലിയേ ഇല്ല, എങ്ങനെയെങ്കിലും തേങ്ങ തിരി കിട്ടിയാൽ പോരെ എന്നൊക്കെ നമ്മളുടെ മനസ്സ് പറയും. പക്ഷേ ഇപ്പം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. തെക്ക് നോക്കിയിരിക്കുന്നത് ഏതിനും ശരിയല്ല, ധ്യാനത്തിനും ശരിയല്ല. ഓക്കെ, അത് വേറെ ആൾക്കാർക്കുള്ളതാണ്, അവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ അത് അപ്പം ഈ 3 ഡയറക്ഷനിൽ ഇരിക്കുക. രണ്ടാമത് അടുത്ത പ്രിപ്പറേഷൻ എന്തുവാന്ന് വെച്ചാൽ, ഈ കൈകൾ രണ്ടും ഇങ്ങനെ കോർത്തിരിക്കണം. ഇൻ്റർലോക്കിംഗ് യുവർ ഫിംഗേഴ്സ് ഈസ് എ മസ്റ്റ്. എന്തിനാണ് ഈ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കൈയിൻ്റെ വിരൽ നുനി കൂടെ ഒരുപാട് എനർജി വേസ്റ്റ് ആകും. അപ്പം അത് രണ്ടിനെ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ എനർജി വെളിയിൽ പോകത്തില്ല. സോ ധ്യാനം തുടങ്ങിയാൽ തീരുന്നവരെ ഈ കൈ മാറ്റരുത്. അപ്പം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇരുന്ന് ഇങ്ങനെ കൈ കൊരുത്ത ഉടനെ നമ്മുടെ മങ്കി മൈൻഡ് ഉണ്ടല്ലോ വരും. ഇവിടെ ചൊറിയണം, പുറം ചൊറിയണം, ഒരു കൊതു വന്നിരിക്കും, ഈച്ച വന്നിരിക്കും, എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കൊണ്ടുവരും. ഇവിടെ ചൊറിയുന്ന മാതിരി ഇരിക്കും. അപ്പം അങ്ങനെ എന്ത് വന്നാലും കം വാട്ട് മേ, നമ്മൾ ഈ കൈ ഇൻ്റർലോക്ക് ചെയ്ത ഫിംഗേഴ്സിനെ മാറ്റാൻ പാടില്ല. അപ്പം ഒക്കുന്നവരെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക. പക്ഷേ ഈ ഇൻ്റർലോക്ക് ചെയ്ത ഫിംഗേഴ്സിനെ മാറ്റരുത്. പിന്നെ അടുത്തത് കണ്ണടയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 85% കാര്യങ്ങൾ ഈ കണ്ണിൽ കൂടാണ് മനസ്സിനകത്ത് കയറി ചെല്ലുന്നത്. അപ്പം കണ്ണടച്ചാൽ ആ 85% ഉള്ളിൽ മനസ്സിൽ പോകുന്ന കാര്യങ്ങൾ കട്ടാകും. അതുമാത്രമല്ല, കണ്ണിൽ കൂടെയും എനർജി ഒരുപാട് പോകും. അപ്പം എനർജി നഷ്ടപ്പെടാതെയും ഇരിക്കും. നമുക്ക് പലതും കാണുമ്പോഴാണ് ഓരോ ഐഡിയാസ് തോന്നുന്നത്. അതുകൊണ്ട് കണ്ണടയ്ക്കുക. ഈ ഇൻ്റർലോക്കിംഗ് ദ ഫിംഗേഴ്സും
കണ്ണടയ്ക്കുന്നതും ധ്യാനം കഴിഞ്ഞ് ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് വരെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചമണം പൊട്ടിയിരിക്കാം, കാല് സ്ട്രെച്ച് ചെയ്യാം. ഇടയിൽ ധ്യാനത്തിൻ്റെ ഇടയിൽ മാക്സിമം ഒരു അലവൻസേ ഉള്ളൂ. കാല് വേണമെങ്കിൽ പതുക്കെ സ്ട്രെച്ച് ചെയ്യാം, നീട്ടി ഇങ്ങനെ ക്രോസായിട്ട് വയ്ക്കാം. പക്ഷേ കൈ യാതൊരു കാരണം കൊണ്ടും വിലക്കരുത്, ഇൻ്റർലോക്ക് മാറ്റരുത്, കണ്ണ് തുറക്കാൻ പാടില്ല. എന്ത് വന്നാലും ശരി ഈ സങ്കല്പത്തോട് വേണം നമ്മൾ ഇരിക്കാൻ. ഞാൻ കണ്ണ് തുറക്കില്ല. അരമണിക്കൂർ ഇരുന്നാൽ അരമണിക്കൂർ, 1/4 മണിക്കൂർ ഇരുന്നാൽ 1/4 മണിക്കൂർ. പക്ഷേ ആ 1/4 മണിക്കൂറും കൈ എടുക്കരുത്, കണ്ണ് തുറക്കരുത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് സങ്കല്പം ചെയ്യേണ്ടത്. പിന്നെ ഈ 1/4 മണിക്കൂർ അരമണിക്കൂർ എന്ന് പറയുമ്പം അലാറം സെറ്റ് ചെയ്യാം. തനി അലാം ക്ലോക്ക് ഉണ്ട് ചെറുതായിട്ട്, അതിൽ സെറ്റ് ചെയ്യാം. മൊബൈലിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. സമയം നമുക്ക് ആദ്യമൊക്കെ അത്ര കൃത്യമായിട്ട് നമുക്കറിയത്തില്ല, അതുകൊണ്ട് ടൈം സെറ്റ് ചെയ്യുന്നത് നല്ലത്. പിന്നെ മൈൽഡായിട്ട് മ്യൂസിക് ഇടാം. എന്നുവെച്ചാൽ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ആത്മായ്ക്കുള്ള ഒരു ഫുഡാണ്. ആത്മാ അതിൽ ലയിക്കും. അപ്പം നല്ല മ്യൂസിക് ഇടണം. നല്ല മ്യൂസിക് എന്ന് വെച്ചാൽ ഇക്കാലത്തെ പാട്ടുകളൊന്നുമല്ല, സിനിമാ പാട്ടൊന്നുമല്ല, ഒൺലി ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്. ഇൻസ്ട്രുമെൻ്റൽ എന്ന് വെച്ചാലും ജാസ് ഇട്ട് ടട്ടേന എന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്റേഷനും നടക്കത്തില്ല. വളരെ പതുക്കെ, വളരെ സോഫ്റ്റായിട്ട്, വളരെ കാമായിട്ടുള്ള മ്യൂസിക്, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്. വീണയാകാം, ഫ്ലൂട്ടാകാം. പത്രിജിയൊക്കെ 3 മണിക്കൂർ രാത്രി ഈ പൗർണമി ധ്യാനത്തിന് 9 തൊട്ട് രാത്രി 12 വരെ മേടയിലിരുന്നുകൊണ്ട് ഫ്ലൂട്ട് വായിക്കും. സോ ഫ്ലൂട്ട് കേൾക്കാം. അതിനൊന്ന് വെച്ച് നാദസ്വരം അത് ഇതൊന്നും വേണ്ട. ഫ്ലൂട്ട്, വയലിൻ, ഗിറ്റാർ, അങ്ങനെ വളരെ സൗമ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് വേണമെങ്കിൽ നിങ്ങൾക്കിടാം. അല്ല എനിക്കത് ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ വിട്ടേക്കണം. ഓക്കെ, അങ്ങനെ. പിന്നെ കഴിക്കുന്നത് ധ്യാനം ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞു, ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുക. അപ്പോൾ ഈ കഴിക്കുന്നതിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. ശരി, ഞാൻ ഒരു 9 മണിക്കാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭർത്താവിനെയും മക്കളെയൊക്കെ ഓഫീസിലും സ്കൂളിലും കോളേജിലും ഒക്കെ പറഞ്ഞു വിട്ടിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നത്. സ്വസ്ഥമായിട്ട് ഞാൻ ഒരു 10:30 അല്ലെങ്കിൽ 11 മണിക്ക് ഇരിക്കുന്നു. ഓക്കെ, അതുവരെ നമ്മൾ കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, കഴിക്കാം. പക്ഷേ അരവയറേ കഴിക്കാവൂ. അല്ലെങ്കിലുമേ ഞങ്ങളുടെ അമ്മ 10-60 വർഷത്തിന് മുമ്പേ പണ്ടേ പറയുന്നതാണ്, എപ്പോഴുമേ നമ്മൾ അരവയറേ കഴിക്കാവൂ. അരവയറ് ഫുഡ്, കാൽവയറ് വെള്ളം, അതിൻ്റെ കാൽവയറ് ഗാലിയായിട്ട് വിട്ടേക്കണം. അപ്പോഴേ ഈ ഫുഡും വെള്ളവും കൂടെ അരച്ച് കലക്കി ചേരാനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ. പണ്ടേ ഞങ്ങളുടെ അമ്മയൊക്കെ പറയും. ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുമ്പം എന്തായിരുന്നാലും അരവയറേ കഴിക്കാവൂ. എനിക്ക് 4 ഇഡ്ഡലി കഴിച്ച് ശീലം എന്ന് വെച്ചാൽ 2 ഇഡ്ഡലി ആക്കണം. അതും കുറച്ച് നേരത്തെ കഴിക്കണം. കഴിച്ച കൈയോടെ പോയി മെഡിറ്റേഷനിൽ ഇരിക്കാൻ പാടില്ല. ഒരു അരമണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ സമയം കൊടുത്ത് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ മെഡിറ്റേഷനിലോട്ട് പോകാൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രിപ്പറേഷൻ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ഇനിയൊരു കാര്യം. ശരി, രാവിലെ ഞാൻ എണ്ണിക്കുന്നു മാഡം, ബെഡിലിരുന്നുകൊണ്ടേ ചെയ്യട്ടെ. പറ്റൂല. അത് എങ്ങനത്തെ പവിത്രമായ ബെഡാണെങ്കിലും ബെഡിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബെഡ് എന്തിനാണ് നമ്മൾ ഇടുന്നത്? കട്ടിലിൻ്റെ മുകളിൽ അത് നല്ല ഒരു സുഖമായിട്ടിരിക്കും. അതിനകത്ത് കിടന്നാൽ അതങ്ങനെ അകത്തോട്ട് പോകുന്ന പോലെ ഇരിക്കും. സുനിദ്ര, നല്ല നിദ്ര തന്നെ താനെ വരും. ആ സുഖത്തിന് വേണ്ടിയല്ലേ നമ്മൾ 20,000 30,000 കൊടുത്ത് ബെഡ് വാങ്ങിക്കുന്നത്. അപ്പം അതേ സുഖം തരുന്ന ബെഡിന് പുറത്ത് നമ്മളിരുന്നാൽ എത്ര തന്നെ മസിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാലും നമ്മളുടെ ദേഹം ഉണ്ടല്ലോ, ആ സോഫ്റ്റ് ബെഡിൽ കുഴിഞ്ഞു പോകും. നമ്മളുടെ ദേഹം നമ്മളെ അറിയാണ്ട് കുഴിഞ്ഞു പോകുമ്പം അടുത്തത് സുഖമായിട്ട് കിടന്നുറങ്ങും. അതുകൊണ്ട് യാതൊരു കാരണം കൊണ്ടും ബെഡ്റൂമിൽ തറയിലിരുന്ന് ചെയ്യാം, പക്ഷേ ബെഡിലിരുന്ന് ധ്യാനം ചെയ്യുന്നത് നല്ലതിനല്ല. പിന്നെ
കുളിച്ചിട്ട് ചെയ്യണോ, കുളിക്കുന്നതിന് മുമ്പേ ചെയ്യണോ? എപ്പോഴേ കുളിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല മാഡം, എനിക്ക് ജോലിയെല്ലാം തീർത്തിട്ട് കുളിച്ചിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ട് എനിക്ക് ഓഫീസിൽ പോകണം. ഓക്കെ, അത് അങ്ങനെയൊക്കെ ഉള്ളപ്പം കയ്യും കാലും മുഖവും കഴുകി നീറ്റായി കിടന്ന് ഉടുപ്പോടുകൂടി ധ്യാനത്തിലിരിക്കരുത്. നമ്മൾ ഏത് ഉടുപ്പിട്ടുകൊണ്ട് കിടന്നോ, ഏത് ഹൗസ് കോട്ട് ഇട്ടുകൊണ്ട് കിടന്നോ, ആ ഹൗസ് കോട്ടിലേ ഇരുന്നുകൊണ്ട് ധ്യാനം ചെയ്യരുത്. അതേ ലുങ്കിയിൽ അതേ ബനിയന് ഇട്ടുകൊണ്ട് ഇരിക്കരുത്. നനച്ച വൃത്തിയായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടോണം. അപ്പം ബെസ്റ്റ് കാര്യം ഈ ധ്യാനത്തിന് വേണ്ടി 2-3 ഡ്രസ്സുകൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ആ സമയത്ത് മാത്രം ഇടുക, മടക്കി വയ്ക്കുക. അടുത്ത ദിവസം വേണമെങ്കിൽ വേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ ഇടാം. അതിൻ്റെ അടുത്ത ദിവസമൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് തിരിച്ചും നനച്ചെടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. എന്നുവെച്ചാൽ ശുദ്ധം എന്ന് പറയുന്നത് നമുക്ക് സ്ഥലശുദ്ധം, ദേഹശുദ്ധം, മനോശുദ്ധം എല്ലാം വേണം. ഓക്കെ, സോ ഡ്രസ്സുകൾ തന്നെ എല്ലാം റെഡിയാക്കി വയ്ക്കണം. പിന്നെ ചില നല്ല ക്രിസ്റ്റൽസുകളുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വയ്ക്കാം, മടിയിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് വയ്ക്കാം. എന്നുവെച്ചാൽ ഈ ക്രിസ്റ്റൽസ് എല്ലാം കൂടെ ഈ ധ്യാനത്തിന് നമ്മളെ സഹായിക്കും. ഓക്കെ, ഉണ്ടെങ്കിൽ ഇനി ക്രിസ്റ്റൽസ് വേണ്ടി തേടി പോകേണ്ട കാര്യമില്ല. എപ്പോഴെങ്കിലും നമ്മൾ ഷോപ്പിംഗ് പോകുമ്പോൾ നല്ല ക്രിസ്റ്റൽ, വില കൂടിയതായിരിക്കും നല്ല ക്രിസ്റ്റൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ക്രിസ്റ്റൽസ് വാങ്ങിക്കാൻ പറ്റുമ്പോൾ നമുക്കത് ചെയ്യുക. പിന്നെ ഇത് കുളിക്കുന്നത് കുളിച്ചേച്ച് ധ്യാനത്തിരിക്കുന്നത് നല്ലത്. ഇല്ല എനിക്ക് പിന്നെ കുളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ധ്യാനം ചെയ്ത് അരമണിക്കൂർ കഴിയാതെ കുളിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ എല്ലാം എനർജിയാണ്. നമ്മൾ കോസ്മിക് എനർജിയെ വലിച്ച് എടുക്കുന്നു. അപ്പം ധ്യാനം ചെയ്ത കൈയോടെ അയ്യോ മണി 8:45 എനിക്കിപ്പോൾ ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പോയി ഷവറിൻ്റെ അടിയിൽ നിൽക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കുക. ധ്യാനം ചെയ്തത് വേസ്റ്റ്. സോ ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു കുറഞ്ഞത് 20 മിനിറ്റ്സ് എങ്കിലും കഴിഞ്ഞേ കുളിക്കാവൂ. പിന്നെ കഴിക്കുന്നത് ധ്യാനം ചെയ്ത ഉടനെ കഴിക്കാമോ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാം. ചൂടോടെ ഉള്ള സാധനങ്ങൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ കഴിക്കാം. ചൂടോടെ ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ചോറ് ഒക്കെ കഴിക്കാം. ഈ ഫ്രിഡ്ജിലെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, കോൾഡായിട്ടുള്ള ഒരു വകയും അതും മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ കഴിക്കാനേ പാടില്ല. ഒറ്റ നിമിഷത്തിൽ നമ്മളുടെ എനർജി ലെവൽ താഴെ പോകും. അപ്പം മെഡിറ്റേഷനിൽ ഇരുന്നതും ചെയ്തതും വേസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ചെയ്യാൻ. അതേമാതിരി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ റൂം ഒന്ന് ഡാർക്കാക്കുക. കർട്ടനൊക്കെ വലിച്ചിട്ട് ലൈറ്റൊക്കെ അണച്ച് കുറച്ച് എത്രയ്ക്ക് ഡാർക്കായിരിക്കുന്നോ അത്രയ്ക്ക് നല്ലത്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രാവശ്യം കേൾക്കുക, രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുക. ഒരു നമ്മുടെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, അതിനകത്ത് എഴുതി വയ്ക്കുക. സാധനങ്ങൾ സംഘടിപ്പിക്കാൻ നോക്കുക. 1-2 ദിവസങ്ങളിൽ നാളെ തന്നെ ഞാൻ എങ്ങനെയാണ് ധ്യാനം ചെയ്യുന്നതെന്നുള്ളത് പറയും. അല്ലെങ്കിൽ അതിനു മുമ്പേ നിങ്ങൾ ഇതെല്ലാം റെഡിയാക്കി വയ്ക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസിലിടുക, ഞാൻ നോക്കി പറയാം. നന്ദി, നമസ്കാരം.